ശങ്കരാചാര്യര് കൊച്ചുകുട്ടിയായി ഗോവിന്ദ ഭഗവത്പാദരുടെ മുമ്പിൽ പോയി നിൽക്കുമ്പോ ഗോവിന്ദ ഭഗവത്പാദർ ചോദിച്ചു, കുട്ടി നീ ആരാണെന്ന് ചോദിച്ചു. 8 വയസ്സ് പയ്യൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ, സത്യത്തിന് വേണ്ടിയുള്ള ജിജ്ഞാസ, ദാഹം അല്ലേ? നമുക്ക് 8 മണി കഴിഞ്ഞാൽ ഒരു 10 വട്ടം വാച്ച് നോക്കും, ഓട്ടോ കിട്ടുമെന്ന് സംശയമാണ്. 8 വയസ്സ് പയ്യൻ നടന്ന് മധ്യപ്രദേശ് വരെ പോയിരിക്കാം ഈ സത്യത്തിനെ അറിയാനായിട്ട്. ഗോവിന്ദ ഭഗവത്പാദർ ചോദിച്ചു, കുട്ടി നീ ആരാണെന്ന് ചോദിച്ചു. ന ഭൂമിർന തോയം ന തേജോ ന വായു നഖം നേന്ദ്രിയം വാ ന തേഷാം സമൂഹഃ അനൈകാന്തികത്വാത് സുഷുപ്ത്യേക സിദ്ധഃ തദേകോ വശിഷ്ഠ ശിവഃ കേവലോഹം. പഞ്ചഭൂതാത്മകമായ ഒന്നും തന്നെ ഞാനല്ല, അതൊക്കെ ഓരോ സമയത്ത് ഉണ്ടായി മാറിപ്പോണു. മാറിപ്പോകാതെ സുഷുപ്തി അവസ്ഥയിലും യാതൊന്നുണ്ടോ? സുഷുപ്തിയേക സിദ്ധ. സുഷുപ്തിയിൽ ശരീരം സിദ്ധമല്ല, സുഷുപ്തിയിൽ മനസ്സ് സിദ്ധമല്ല, ബുദ്ധി സിദ്ധമല്ല. പക്ഷേ നമ്മളുടെ അസ്തിത്വം ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. നിലനിൽപ്പ്, ആലേഷൻ നായർ സാർ ഉപയോഗിക്കുന്ന വാക്കതാണ്. ഞാൻ സാധാരണ അസ്തിത്വം, ഇരുപ്പ് എന്നൊക്കെ പറയും. ആ നിലനിൽപ്പ്, അവനവന്റെ നിലനിൽപ്പ്, അസ്തിത്വം, ഇരുപ്പ് ആർക്കും നിഷേധിക്കാൻ ഒക്കുകയില്ല.